എന്റെ അമ്മോ, എന്നാ അടിയായിരുന്നു, എന്നാ കളിയായിരുന്നു. സത്യം, സിക്സുകളുടെ ഒരു മേളമായിരുന്നു. 4ഉം 6ന്റെ ഒരു മേളം. ഈ പറയുന്ന IPLന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ബിഗ് ചേസ്. അഭിഷേക് ശർമ്മ ഒരു രക്ഷയുമില്ല. 245 എന്ന് പറയുന്ന റൺസ് ആരെങ്കിലും വിചാരിച്ചോടെ 19ാമത്തെ ഓവർ ചേസ് ചെയ്ത് മാറ്റി വന്നു. അതും വെറും 2 വിക്കറ്റ് നഷ്ടത്തിൽ. അടിയെന്ന് വെച്ച അടി 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 പോണ പോക്കിൽ അടിയായിരുന്നു. സൂപ്പർ കളിയെന്ന് സൂപ്പർ കളിയായിരുന്നു. അത് ഒരു രക്ഷയില്ല. അഭിഷേകിന് ഒരു ഭാഗ്യത്തിന്റെ പിന്തുണയൊക്കെ ഉണ്ടൊക്കെ ശരി തന്നെയാണ്. കുറെ പിന്തുണ ഉണ്ടായിരുന്നു. 2-3 കേച്ചുകളൊക്കെ നടുക്ക് വീണ, ഒരുത്തൻ കേച്ച് കുട്ടി കേച്ച് കയ്യിൽ വന്നത് കളഞ്ഞു. അങ്ങനെ കുറച്ച് ഈ പറയുന്ന ഭാഗ്യം ഉണ്ടെങ്കിൽ കൂടി അഭിഷേക് ശർമ്മ സത്യം പറഞ്ഞ എത്ര 4 അടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 116 റൺസ് വരെ അവൻ ബൗണ്ടറി വഴിയാണ് നേടിയത്. 116 റൺസ് വരെ, 10 സിക്സുകൾ, 10 സിക്സ് ആകുമ്പോൾ 60ആയി, 14 ഫോറുകൾ, 14 ഫോർ ആകുമ്പോൾ 4, 16 ഏതാണ്ട് 56. അപ്പൊ 116 റൺസ് വരെ ഇവൻ ബൗണ്ടറി വഴി മാത്രമാണ് അടിച്ചു കൂട്ടിയത്. 256 സ്ട്രൈക്ക് റേറ്റ്. ഒരു രക്ഷയില്ല. 141 റൺസ് വെറും 55 ബോളിൽ നിന്ന് 245 റൺസ് പഞ്ചാബ് അടിച്ചു വെച്ചപ്പോ ആരും വിചാരിച്ചില്ല ഇതുപോലൊരു ചേസ് ഉണ്ടാവുമെന്ന്, ഇതുപോലൊരു വിക്ടറി ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല. ചിലപ്പോൾ വിക്ടറി ഒക്കെ ഉണ്ടാകുമായിരിക്കും, പക്ഷെ ഇതുപോലെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് എനിക്ക് തോന്നി 171 ഓപ്പണിംഗ് കൂട്ടുകെട്ട് ട്രാവിസ് ഹെഡുമായി നിന്നുകൊണ്ട് ഇവരെ പടുത്തുയർത്തിയത്. ഇനി അവരുടെ നമ്മുടെ പഞ്ചാബിന്റെ കേസ് വെച്ച് പഞ്ചാബും തുടക്കം അങ്ങോട്ട് അടിച്ച് കയറിയാണ്. അതായത് ആര്യയും സിംഗും കൂടി വന്നുകൊണ്ട് അങ്ങോട്ട് പൊളന്ന അടിയായിരുന്നു. 13 ബോളിൽ ആര്യ 36, സിംഗ് 23 ബോളിൽ 42. രണ്ടുപേരും അങ്ങോട്ട് അടിച്ച് റൊട്ടിയാക്കിക്കൊണ്ടാണ് അവരുടെയും ബാറ്റിംഗ് ആരംഭിച്ചത്. അതിനുശേഷം വന്ന ശ്രേയസ് അയ്യർ പിന്നെ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയില്ല. ശ്രേയസ് അയ്യർ വെറും 36 ബോളുകൾ നേരിട്ടുണ്ട്. 82 റൺസാണ് ശ്രേയസ് അയ്യർ അടിച്ചു കൂട്ടിയത്. 4 സിക്സും 6 സിക്സും 6 ഫോറും. അതുപോലെ തന്നെ നമ്മുടെ ആര്യ 4 സിക്സും 2 ഫോറുകളും അടിച്ചു. പിന്നീടെന്ന് പറയില്ല, അപ്പൊ തന്നെ യുവമാരുടെ റൺസ് ഫസ്റ്റ് വിക്കറ്റ് വീണത് 66 റൺസിനാണ് അവരുടെ പഞ്ചാബിന്റെ ഫസ്റ്റ് വിക്കറ്റ് വീണത്. അതും വെറും 3.6 ഓവർ നിൽക്കുമ്പോഴാണ്. പിന്നെ രണ്ടാമത്തെ വിക്കറ്റ് വീണ 91-ലായിരുന്നു. മനസ്സിലായോ? അപ്പോ അങ്ങനെ വിക്കറ്റിന്റെ കേസ് വെക്കണേ ആർക്കും വിക്കറ്റ്, മറ്റേ ഹർഷദ് പട്ടേലിന് 4 വിക്കറ്റും മലിംഗയ്ക്ക് 2 വിക്കറ്റും. ഇതായിരുന്നു അവരുടെ വിക്കറ്റ് നേട്ടം. അങ്ങനെ എല്ലാം കൂടി 245 റൺസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചു വെച്ചു. എന്തായാലും ജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി അവർ ഇറങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അവരുടെ ഹോം ഗ്രൗണ്ട് ആയിരുന്നു. എല്ലാവരും ഒന്നാമത് പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെയാണ്. ഒരു കളി മാത്രമേ ജയിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാ കളിയും തോറ്റു. ഇത്രയും കിടിലം ബാറ്റ്സ്മാൻമാർ നടന്നിട്ട് പോലും ഒരു കളി പോലും ജയിക്കുന്നില്ലായിരുന്നു. അവരുടെ ഹോം പിന്നെ ഗ്രൗണ്ടിൽ ഈ വന്ന നമ്മുടെ പഞ്ചാബ് വന്ന് അടിച്ച് റൊട്ടിയാക്കുന്നതാണ് കണ്ടത്. പക്ഷെ തിരിച്ചടിയാണ് അങ്ങോട്ട് തുടങ്ങി ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും. സത്യം പറഞ്ഞ അഭിഷേക് ശർമ്മയുടെ ഫ്രണ്ടിൽ നിന്ന് ട്രാവിസ് ഹെഡ് ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് പിന്നെ അഭിഷേക് ശർമ്മ അടിച്ചാടി കേട്ടോ. ട്രാവിസ് ഹെഡും അടിച്ചു 37 ബോളിൽ 66 റൺസ് അടിച്ചു, 9 ഫോറുകളും 3 സിക്സുകളും. അഭിഷേക് ശർമ്മ 141 റൺസ് വെറും 55 ബോളിൽ നിന്ന് 14 ഫോറുകളും 10 സിക്സുകളും, 256 സ്ട്രൈക്ക് റേറ്റ്. പിന്നെ ക്ലാസം വന്നു അത് 21 റൺസ് അടിച്ചു, 14 ബോളിൽ 21 റൺസ് അടിച്ചു, 2 ഫോറുകളും 1 സിക്സും അടിച്ചു. പിന്നെ ഇഷാന്ത് കിഷനും കൂടി വന്നു. ഈ ഓപ്പണർ മാത്രമേ നഷ്ടപ്പെട്ടു. എനിക്കത് അഭിഷേക് ശർമ്മ ഔട്ടായപ്പോ എനിക്ക് 222 റൺസായി. 222 റൺസ്. പിന്നെ ഒരു 10-27 എത്ര റൺസ് മതിയായിരുന്നു. 222-ലാണ് രണ്ടാമത്തെ വിക്കറ്റ് പോകുന്നത്. ആദ്യത്തെ വിക്കറ്റ് പോകുന്നത് 171 റൺസിൽ. എന്തായാലും പറയാതിരിക്കാൻ വല്ല അമ്മാതിരി അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടിച്ചിട്ട് അടിച്ചു. പിന്നീട് വിക്കറ്റ് കിട്ടിയത് ഹർഷദീപ് സിംഗിന് 1 വിക്കറ്റും പിന്നീട് ചഹാലിന് 1 വിക്കറ്റും. ഹർഷദീപ് സിംഗിന് 37 റൺസ് അടിച്ചു, ചഹാലിന് 56 റൺസ്. അതിനു മുമ്പ് മറ്റൊരു കേസ് പറയാം. മറ്റവരുടെ പിന്നെ ബൗളിംഗ് നിര പറഞ്ഞില്ല. അതിനകത്ത് നമ്മുടെ യവനെ അടിച്ച അടി ആർക്കെന്നറിയാം, നമ്മുടെ മുഹമ്മദ് ഷമി 75 റൺസാണ് വിട്ടുകൊടുത്തിട്ട് 18.75 ശരാശരിയിൽ 25 റൺസാണ് മുഹമ്മദ് ഷമിയെ അടിച്ചു കൂട്ടിയത്. മനസ്സിലായോ? പഞ്ചാബ് കിങ്സ്. അപ്പൊ ഇതായിരുന്നു. എന്തായാലും ഒരു രക്ഷയില്ല, അമ്മാതിരി കളിയായിരുന്നു. ഇനി നമുക്ക്
പോയിന്റ് ടേബിൾ എങ്ങനെയും നോക്കാം. പോയിന്റ് ടേബിളും കൂടി നോക്കാം. പോയിന്റ് ടേബിളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്നും കൂടി നോക്കാം. അപ്പൊ ഇപ്പോഴും നമ്മുടെ ഡൽഹി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് 8 പോയിന്റുകളുമായി 4 കളിയും 4 ജയവും. പിന്നെ ഗുജറാത്ത് 8 പോയിന്റ് വീണ്ടും വരുന്ന ഗുജറാത്ത് 8 പോയിന്റ്. ഇന്നത്തെ കളി അവർ തോറ്റിട്ടുണ്ടായിരുന്നു, മനസ്സിലായി. അപ്പം ഗുജറാത്ത് താഴെയായി. 6 കളികളിൽ 4 ജയവും 2 തോൽവിയും. പിന്നീട് LSG ഇന്ന് കളി ജയിച്ചു. 6 കളികൾ 4 വിന്നും 2 ലോസും, 8 പോയിന്റ് അവർക്കുമുണ്ട്. KKR 6 കളി, KKR ആണ് 4ാം സ്ഥാനം. 6 കളികൾ 3 തോൽവി 3 ജയം, 6 പോയിന്റ്. പിന്നെയാണ് RCB 5 കളികൾ 3 ജയം 2 തോൽവി. അടുത്ത പഞ്ചാബ് ഇന്ന് തോറ്റു, 5 കളി 3 ജയം 2 തോൽവി, മനസ്സിലായോ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സഞ്ജുവിന്റെ ടീം 5 കളികളിൽ 3 തോൽവിയും 2 ജയവും. അങ്ങനെ സഞ്ജുവിന്റെ ടീം പിന്നീട് 7ാം സ്ഥാനമാണ്. ഇപ്പോ ഏറ്റവും അവസാനം കിടന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇപ്പോ 8ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. 8ാം സ്ഥാനത്തേക്ക്, അതായത് 6 കളികളിൽ 4 എണ്ണം തോറ്റ് 2 എണ്ണം ജയിച്ചു. അങ്ങനെ 8ാം സ്ഥാനത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ തലയുടെ ടീമാണ്, CSK, അതായത് ചെന്നൈ സൂപ്പർ കിങ്ങിന്റെ ടീമാണ്. പിന്നെ 2 പോയിന്റ് മാത്രമേ ഉള്ളൂ. 6 കളി കളിച്ചു, 5 എണ്ണവും 8 നിലയിൽ പൊട്ടി, 1 മാത്രം കഷ്ടിച്ച് ജയിച്ചു എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ കിട്ടപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുംബൈ ഇന്ത്യൻസ് ഉണ്ട്. 5 കളികൾ 4 തോൽവി 1 ജയം. അപ്പൊ നാളെയും കൂടി തോക്കുമ്പോ ഏതാണ്ട് എനിക്ക് തോന്നുന്നു എല്ലാം തെളിയും. എനിക്ക് നാളത്തെ കളി നോക്കി കഴിഞ്ഞാൽ എനിക്ക് നാളത്തെ കളി ആരൊക്കെയാണ്? നാളത്തെ കളി മുംബൈയും ഈ പറയുന്ന ആരൊക്കെ, ഡൽഹി ആയിട്ടൊരു കളിയുണ്ട്, രാജസ്ഥാൻ റോയൽസും പിന്നീട് RCB ആയിട്ട്. അങ്ങനെ നാളെ 2 കളിയാണ് അല്ലേ. ഈ 2 കളികളാണ് നാളെയുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ കളി ഒരു രക്ഷയുമില്ലാത്ത അടിയാണ് അഭിഷേക് ശർമ്മ അടിച്ചു കൂട്ടിയത്. എന്റെ അമ്മ, എന്നെ അടിച്ച് പൂറിപ്പിച്ചു. പക്ഷെ അവന് ഭയങ്കര ഭാഗ്യം കേട്ടോ. 3-4 കേച്ച് അവന് പിന്നീട് നഷ്ടപ്പെട്ടു. അതുമല്ല, അവനൊരു സെഞ്ചുറി അടിച്ചതിന് ശേഷം അവർ തുണ്ടെഴുതി കാണിച്ചു, ദിസ് വൺ ഈസ് ഫോർ ദ ഓറഞ്ച് ആർമി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുണ്ട് അവൻ എഴുതി പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്, ഈ പറയുന്ന ബാറ്റിങ്ങിൽ ഇറങ്ങിയത് തന്നെ. അപ്പം ആ സെഞ്ചുറി അടിച്ചതിന് ശേഷം ആ സാധനം എടുത്തിങ്ങ് കാണിച്ചു. ഞാൻ വെച്ച വല്ല ഗേൾഫ്രണ്ടിനും കാണിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അങ്ങനെ അല്ല. ദിസ് വൺ ഈസ് ഫോർ ദ ഓറഞ്ച് ആർമി, ഈ സെഞ്ചുറി എന്റെ ഓറഞ്ച് ആർമിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് ശർമ്മ പൊക്കി കാണിക്കുന്നു. അവരുടെ എല്ലാവരും എന്ത് ചെയ്യുന്നു, ആഹ്ലാദഭരിതരെ. എന്തായാലും ഹോം ഗ്രൗണ്ടിൽ അവർക്ക് ആസ്വദിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊന്ന് പിന്നീട് ഒന്നൊന്ന് സമാധാനിക്കാം. ഒന്നാം സൺറൈസേഴ്സ് മൊത്തം തോറ്റു കിടക്കുകയെന്ന്. അപ്പൊ അങ്ങനെ ഇത്രയും വലിയൊരു 245 എന്ന് പറയുന്ന ആ ഒരു സ്കോറിനെ ഈ രീതിയിൽ ചേസ് ചെയ്ത് ജയിച്ചത് കൊണ്ട് അവരുടെ ഫാൻസുകാർക്ക് ഒരു സന്തോഷമുണ്ട്. അതുപോലെ ഈ സൺറൈസേഴ്സ് ഇതോടുകൂടി തിരിച്ചു വരികയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ അഭിഷേക് ശർമ്മയും പിന്നീട് ക്ലാസനും ട്രാവിസ് ഹെഡും ഒക്കെ ഫോമിലായിട്ടുണ്ട്. ട്രാവിസ് ഹെഡ് ഒക്കെ ഫോമിലായി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും സൺറൈസേഴ്സിന് തിരിച്ചു വരവ് സാധ്യമാണ്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.